ഭാരതം വാർത്തകളിലേക്ക് സ്വാഗതം. വ്ളോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു. മഞ്ചേരി കാരക്കുന്ന് മരത്തോണി വളവിൽ റോഡരികിലെ മണൽ കൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. റോഡരികിൽ രക്തമാർന്ന നിലയിൽ കിടക്കുകയായിരുന്ന ജുനൈദിനെ ബസ് തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. തലയും പിൻഭാഗത്താണ് പരിക്കേറ്റത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു ജുനൈദ്. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനൈദിനെ മാർച്ച് 1 മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് അന്ന് ജുനൈദിനെ പിടികൂടിയത്. സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. ഫാൽക്കൺ 9 റോക്കറ്റ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 4 യാത്രികരാണ് പേടകത്തിലുള്ളത്. ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നതോടെ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ മാർച്ച് 19 ഭൂമിയിലേക്ക് മടങ്ങും. നാളെ രാവിലെ 9 മണിക്ക് ക്രൂ 10 യാത്രികർ ബഹിരാകാശ നിലയത്തിൽ എത്തും. പുതിയ സഞ്ചാരികളെ സുനിത വില്യംസും സംഘവും സ്വീകരിക്കും. കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ക്രൂ 10 വിക്ഷേപണം കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. കഴിഞ്ഞ ജൂൺ 5 ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസ് ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. ജൂൺ 6 ISSലെത്തി ജൂൺ 13 മടങ്ങാനായിരുന്നു പദ്ധതി. ബലക്ഷയത്തെ തുടർന്ന് ഹൈക്കോടതി പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട വൈറ്റ്ലയിലെ ചന്ദർകുഞ്ച് സൈനിക ഫ്ളാറ്റുകൾ 5 മാസത്തിനകം പൊളിക്കാനാകുമെന്ന് വിദഗ്ധ സമിതി. മരട് ഫ്ളാറ്റുകൾ പൊളിച്ച സംഘത്തോടൊപ്പമായിരുന്നു പരിശോധന. ഫ്ളാറ്റുകൾ പൊളിക്കാൻ വെല്ലുവിളികളില്ലെന്ന് ഫ്ളാറ്റ് പൊളിക്കാൻ കരാർ നൽകിയ കമ്പനി അധികൃതരും അറിയിച്ചു. ഇന്ന് ജില്ലാ കളക്ടർ വിദഗ്ധ സമിതിയുമായി യോഗം ചേരും. സ്ഫോടനത്തിലൂടെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നതിന് പ്രധാന വെല്ലുവിളി ഫ്ളാറ്റുകൾക്ക് സമീപമുള്ള മറ്റൊരു ടവറും വൈറ്റിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്കുള്ള മെട്രോ റെയിലുമായിരുന്നു. എന്നാൽ ഇവയ്ക്ക് യാതൊരു തരത്തിലും കേടുപാടുകൾ ഉണ്ടാകില്ലെന്നാണ് മരടിലെ ഫ്ളാറ്റ് വിജയകരമായി നീക്കിയ ജെറ്റ് ഡിമോളിഷൻ എക്സ്പൈഡ് വിജയ് സ്റ്റീൽ കമ്പനി അധികൃതർ ഉറപ്പ് നൽകിയത്. കളമശ്ശേരി പോളിടെക്നിക് ലഹരി കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലായേക്കും. ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചവരെ പറ്റി കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത്. കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ പരിധിയിലുണ്ട്. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസ് അനുമാനം. പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. എറണാകുളം സ്വദേശിയായ പൂർവ്വ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപകമാക്കി. റെയ്ഡിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയെന്നാണ് നിഗമനം. ആകാശിനെ വീണ്ടും ചോദ്യം ചെയ്യും. നിലവിൽ റിമാൻഡിലായ മുഖ്യപ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി അപേക്ഷയും പോലീസ് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഇന്ന് കൊടിയേറും. ചരിത്രപ്രസിദ്ധമായ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവം ഇന്ന് കൊടിയേറും. വൈകിട്ട് 7 തന്ത്രി താഴമൺ കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. 8 സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിക്കും. പ്രസിദ്ധമായ തിരുനക്കര പൂരം 21-നാണ്. 24 ആറാട്ടോടെ ഉത്സവം സമാപനം കുറിക്കും. PC ജോർജിനെതിരെ കേസെടുക്കില്ല. BJP നേതാവ് PC ജോർജിനെതിരെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ കേസെടുക്കേണ്ടത് ഇല്ലെന്ന് പോലീസിന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാറിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശമുണ്ടായത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ജോർജിന്റെ പ്രസംഗം. ഇതിനിടെ പോലീസ് സമീപനത്തിനെതിരെ കോടതിയെ സമീപിക്കുവാനാണ് യൂത്ത് ലീഗിന്റെ നീക്കം. വിപ്ലവഗാനം പാടി സംഭവം ദേവസ്വം ബോർഡ് അന്വേഷിക്കും. കൊല്ലം കടക്കലിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഗാനമേളയ്ക്കിടെ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുകയും പിന്നാലെ സ്ക്രീനിൽ CPMന്റെയും DYFIയുടെയും കൊടികളുടെ ദൃശ്യം കാട്ടുകയും ചെയ്ത സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളോ കൊടികളോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് വ്യക്തമായ ഹൈക്കോടതി വിധിയുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എല്ലാ ക്ഷേത്രങ്ങൾക്കും സർക്കുലർ നൽകിയിട്ടുണ്ട്.
ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ പരിപാടികളോ ദേവസ്വങ്ങളിൽ പാടില്ലെന്നാണ് സർക്കാരിൻ്റെയും കോടതിയുടെയും നിർദ്ദേശം. അത് കൃത്യമായി നടപ്പാക്കി മാത്രമേ മുൻപോട്ട് പോകാനാവൂ എന്നും പ്രശാന്ത് പറഞ്ഞു. വാഗമണ്ണിൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ 19 മുതൽ. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലായ വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് അക്യുറസി കപ്പ് 19 മുതൽ 23 വരെ വാഗമണ്ണിൽ നടക്കും. 22 മന്ത്രി PA മുഹമ്മദ് റിയാസ് പങ്കെടുക്കും. 75 മത്സരാർത്ഥികളും 40-ലേറെ വിദേശ ഗ്ലൈഡറുകളും മേളയിലുണ്ടാകും. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, KATPS, ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവർ സഹകരിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കായംകുളത്ത് കാണാതായ ആളെ കടമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അബ്ദുൽ സലാം 58 വയസ്സ് ആണ് മരിച്ചത്. ഇയാളെ കഴിഞ്ഞ 9 മുതൽ കാണാനില്ലായിരുന്നു. കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെയാണ് അവരുടെ തന്നെ അടച്ചിട്ട കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.